ഹായ് നമസ്കാരം. നമ്മൾ കോഴിക്കോട് നിന്നും കാടാമ്പുഴയ്ക്ക് കാറിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലെ കാഴ്ചകളും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അധികം നേരം. കോഴിക്കോട് ബൈപ്പാസ് 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് 2 വരിപ്പാതയാണ്. ഇതാണ് 6 വരിയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് സൈബർ പാർക്കിൻ്റെ അരികിലൂടെയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് സൈബർ പാർക്ക്. ദൂരെ കാണുന്നത് ഹൈലൈറ്റ് മാളും അവരുടെ അപ്പാർട്ട്മെൻറ്റ്സുമാണ്. ഈ കാണുന്നതാണ് ഹൈലൈറ്റ് മാള്. അതിന് പുറകിലായിട്ട് നമുക്ക് ഹൈലൈറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സും കാണാം. നമ്മൾ ഈ കാണുന്നതാണ് റോയൽ ഡ്രൈവ്. ലക്ഷറി വാഹനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ലക്ഷറി സെക്കൻഡ് ഹാൻഡ് കാർസാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഡെക്കത്തലോൺ. കോഴിക്കോട് സ്പോർട്സ് ഐറ്റെല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് ഡെക്കത്തലോൺ. ഇത് അറപ്പുഴ പാലമാണ്. പാലം കഴിഞ്ഞ ഉടനെ നമുക്ക് കടവ് റിസോർട്ട് കാണാം. ഈ കാണുന്നതാണ് കടവ് റിസോർട്ട്. ഈ കാണുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവറാണ്. അത്യാവശ്യം മഴയാണ് ഇപ്പോൾ. നമ്മൾ ഈ എത്തിയിരിക്കുന്നത് രാമനാട്ടുകര ജംഗ്ഷനാണ്. ബൈപ്പാസിന് ശേഷം ഹൈവേയിലെ ഭാഗങ്ങളെല്ലാം ഈ വളവെല്ലാം വളരെ കൂടുതലുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എല്ലാം എത്തുന്നതിൻ്റെ കാക്കഞ്ചേരി എന്ന സ്ഥലത്തെല്ലാം. അപ്പോൾ അതെല്ലാം ഇപ്പം അടുത്ത റോഡിൻ്റെ ഈ ഒരു പുതിയ ഒരു അലൈൻമെൻറ്റിലെല്ലാം നേരെയാണ് വരുന്നത്. അപ്പം നമുക്ക് കുറേ ദൂരവും ലാഭിക്കാൻ പറ്റും പുതിയ ഒരു 6 വരിപ്പാത വരുമ്പോൾ. നമ്മൾ മലപ്പുറം ജില്ലയിലാണ് എത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണിത്. ഇത് തലപ്പാറ ജംഗ്ഷനാണ്. ഹൈവേക്ക് ഇരുവശമുള്ള നമ്മൾ ഈ കാണുന്നത് കൃഷിയിടമാണ് കേട്ടോ. അപ്പം കുറേ ഏരിയയിൽ കൃഷിയിടമാണ് 2 ഭാഗത്തും. ആ കൃഷിയിടത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളെ ഹൈവേ പോകുന്നത്. ഇത് കക്കാട് ജംഗ്ഷനാണ്. നമ്മൾ എടരിക്കോട് എത്തി കേട്ടോ.
ഇത് എടരിക്കോട് എന്ന് പറയാം കോട്ടയ്ക്കൽ. ഇത് കോട്ടയ്ക്കൽ ടൗൺ ആണ് ഈ കാണുന്നത്. കോട്ടയ്ക്കൽ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഒരു ടൗൺ ആണ് കേട്ടോ. ഇത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജാണ്. ഈ കാണുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയാണ്. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ സെയിൽസ് ഡിപ്പോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ടേക്ക് കോട്ടയ്ക്കലേക്ക് പോയാൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബാക്കിയുള്ള എല്ലാ പ്ലാൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാം. അവരുടെ ആയുർവേദ മ്യൂസിയം ഉണ്ട്, അതെല്ലാം നമുക്ക് കാണാം. അതെല്ലാം നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് നമുക്ക് വരണം. നമ്മൾ അടുത്ത ജംഗ്ഷനിൽ നിന്നും വെട്ടിച്ചിറ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കാടാമ്പുഴയിലേക്ക് അവിടെ നിന്നും തിരിയും. അപ്പോൾ ഏകദേശം വെട്ടിച്ചിറ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്ററാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വരുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് അടുത്തെത്തി. അപ്പം ഈ കാണുന്നതാണ് ക്ഷേത്രം. അപ്പം നമുക്ക് ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.